ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്, ഇത് റോൺ സർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള സ്റ്റോറിയുടെ ട്രെയിലർ പുറത്തു വന്നു. കേരള സ്റ്റോറി 2 ഇത് ഭയങ്കര വിവാദത്തിലാണല്ലേ ഇപ്പം. കാരണം കേരള സ്റ്റോറി ഫസ്റ്റ് തന്നെ ഒരു ആന ഫ്ലോപ്പ് സാധനം അതിനെ പിടിച്ച് അവാർഡ് കൊടുത്ത് അതിനെ ന്യായീകരിച്ച് ഇളക്കി ഇതായി പോയി. അത് കൂടാതെ അതിൻ്റെ അതുക്കും മേലെയായിട്ടൊരു സാധനമായിട്ട് വന്നു സ്റ്റോറി ബിയോണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രെയിലർ 2 ഈ വരുന്ന ഫെബ്രുവരി 27 പടം റിലീസാകാൻ പോവുകയാണ്. ഇത്രയും കേരളത്തിലെ നാണം കെടുത്താനുള്ള ഒരു പ്രൊപ്പഗണ്ട എങ്ങനെ പറ്റുന്നു ഇതെന്ന മനസ്സിലാതെ ഇത്ര വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത മൂവീസിൻ്റെ ഒരു സീരീസ് ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാവരും നല്ല ഐക്യതയോടുകൂടി കഴിയുന്ന ആളാണ്. ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാവരും നല്ല ഇതിൽ കഴിയുന്നതാണ്. അതിനെ വർഗീയവാദം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനത്തെ ഓരോ സംഭവം ഇളക്കി വിട്ടോളും. എന്നിട്ട് ഇത് എന്താണെന്ന് പറയുക, കേരളത്തിൽ ആരും ഇത് വിശ്വസിക്കത്തില്ല. കേരളത്തിൽ അതിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തുമില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതർ സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഇത് കണ്ട് വിശ്വസിക്കും. അവിടെയാണ് ഈ പ്രശ്നം വരാൻ പോകുന്നത്. അല്ല, കേരളത്തിൽ ഇത് പൊട്ട സ്റ്റോറിയാണെന്നും ഇത് ഫേക്കാണെന്നും എല്ലാവർക്കും അറിയാം. അറ്റ്ലീസ്റ്റ് ഈ ഒരു സംഭവത്തിന് കോടതിയുടെ തന്നെ ഒരു പ്രത്യേക ഉത്തരവുണ്ട്. ഇത് ഫിക്ഷനായിട്ട് ഇതാക്കണം, അല്ലാതെ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. അപ്പം അതൊരു ഫിക്ഷൻ ആക്കണം എന്നുള്ള കോടതിയിൽ നിന്ന് തന്നെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. പിന്നെ സെൻസർ ബോർഡിൻ്റെ വഴി വേറൊരു ഇതും കോടതിയിലുണ്ട്. അപ്പോൾ കോടതി ഇപ്പോൾ ഈ മൂവി കാണാനായിട്ടിരിക്കുകയാണ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെയാണോ അതിൻ്റെ റിയലായിട്ടുള്ള ഒരു ഉള്ളടക്കം എന്നറിയാൻ വേണ്ടിയിട്ട് കോടതി അത് സ്ക്രീനിങ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ട്രെയിലർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു സ്ത്രീൻ്റെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുകയും കേരളത്തിൽ എവിടെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം. കാരണം കേരളത്തിൽ ബീഫ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ഇഷ്ടമില്ലാത്തവരും ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഇവിടുത്തെ ഇഷ്ടമുള്ള പെൺപിള്ളേർ പിന്നെ കേരള പൊറോട്ടയും ബീഫും നല്ല അസലായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന മലയാളീസാണ് ഉള്ളത്. കഴിക്കാത്ത ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പം എല്ലാ ജാതിയിലും ഉണ്ട് കഴിക്കാത്ത ആൾക്കാർക്ക്. നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റൂല. പക്ഷേ ഇവർ ഈ കാണിക്കുന്ന പോലെ കേരളത്തിൽ ഇത് കേരളമല്ല, ഫേക്കായിട്ടുള്ള വേറെ ഏതെങ്കിലും സ്ഥലമായിരിക്കും. അതുകൂടാതെ ചർച്ചയിലും എവിടെയൊക്കെയോ പറഞ്ഞു കേട്ടു ഇത് ഇൻഡോറിൽ കേരളത്തിൽ നടന്നൊരു സംഭവമല്ല, അതായത് ഇൻഡോറിലും കണ്ട് നടന്നൊരു സംഭവത്തിനെയാണ് അവർ ഇങ്ങനെ ഒരു സംഭവം കാണിക്കുന്നത്. ബീഫ് ഒരു സ്ത്രീയുടെ വായിൽ കുത്തിക്കയറ്റി അത് ബലമായിട്ട് പിടിച്ച് കുത്തിക്കയറ്റുന്ന ഒരു ഇത്, അത് ഇൻഡോറിൽ എവിടെ നടന്ന ഒരു സംഭവമാണ്. അതിനെയാണ് ഈ കാണിച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പം മൂവി കൂടുതൽ വന്നാലാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വരിക. പക്ഷേ 30,000 പേരെ മതം മാറ്റിയതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഈ കേരള സ്റ്റോറിയിൽ ആദ്യത്തെ സീരീസിൽ ഏതാണ്ട് 15,000 സ്ത്രീകളെ ആയിരുന്നു, ഇതിൽ 30,000. അങ്ങനെ ഇത് പക്ക ഒരു പ്രൊപ്പഗൻഡയുടെ ഭാഗമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇതിൽ നമ്മുടെ ഒരു രാജ്യം ഒരു സൈഡിൽ മുസ്ലിം കൂടുതലുള്ള രാജ്യമായിട്ട് മുസ്ലിം കൂടുതലുള്ള ഒരു രാജ്യമായി മാറണം ഇന്ത്യ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാഗത്ത്, പിന്നെ മറുഭാഗത്ത് ഇപ്പം ഈ കേരള സ്റ്റോറി കൂടെ മറുഭാഗത്ത് ഹിന്ദുയിസം കൊണ്ടുവന്നിട്ട് അതേപോലെ ഒരു സംഭവം ആക്കുന്ന ഇത് രണ്ടുപേരും പറയുന്ന ഒരു ടൈപ്പ് ടെററിസം തന്നെയല്ലേ? ഇങ്ങനെ നാണമില്ല ഇതിൻ്റെ ഈ ഡയറക്ടറിനും സ്ക്രിപ്റ്റ് റൈറ്ററിനും ഒരു നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതേപോലുള്ള
ട്രൂ സ്റ്റോറി എന്ന് പറയുന്ന ലേബലിൽ ഇതേപോലെ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് അത് കേരള സ്റ്റോറിയുടെ ഫസ്റ്റ് സീരീസ് തന്നെ മനുഷ്യന് ദഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതുകൂടാതെ രണ്ടാമത്തെ സീരീസും ഇതേപോലെ ഇതൊക്കെ വ്യക്തമായിട്ട് രാഷ്ട്രീയമായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ട് തക്കതായ ഒരു പ്രൊപ്പഗണ്ട ഉണ്ട് ഈ പടമൊക്കെ ഇതാക്കി വിടുമ്പോൾ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് വരുന്നത് നമ്മൾ അതർ സ്റ്റേറ്റിൽ ഉള്ള ആൾക്കാർ ഇത് വിശ്വസിക്കുക, ഇത് കണ്ട് ഒറിജിനൽ ആൾ ഇങ്ങനെയാണ് കേരളം എന്നുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് ആൾക്കാരെത്തും. അതിന് നമ്മളെല്ലാവരും ഇത് പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതേപോലെ കേരളത്തിലെ മോശപ്പെടുത്താനായിട്ട് ഇത്രയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിറ്റി ഇത്ര ഒരുമയോട് കഴിയുന്ന ഒരു നാട്ടിനെ കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇത് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും അതേപോലെ ചെയ്യാനൊരു ഡയറക്ടറും, ഇത് ഞാനൊന്നും എന്തായാലും എന്നെപ്പോലെയുള്ളതല്ല, ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഇത് തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നില്ല.